കൂട്ടുകാരെ, അപ്പോൾ ഒരു ഹാക്ക് ചെയ്ത് പണി കിട്ടിയ കഥയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഹാക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുളക് ഉടച്ച് ചുണ്ടി തേക്കാന്നുള്ള ഒരു ഹാക്ക്. ശരിക്കും ഇത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് തോന്നിയ ഒരു ഹാക്കായിരുന്നു കേട്ടോ. ഞാനൊരു നല്ല എരിവുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ചുണ്ടിലുണ്ടാവുന്ന നീറ്റലേ കാണൂ എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. ചുണ്ട് പുകഞ്ഞ് നേറി ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ആ ഹാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാക്ക് കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഹാക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഞാൻ അനുഭവിച്ചത് എന്താണെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഹാക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഒന്നും തന്നെ ശരിക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എരിഞ്ഞിട്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ കരഞ്ഞ് വേർത്ത് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാനൊക്കെ ഇട്ടൊന്ന് നിൽക്കാൻ മുഖം ഒന്ന് കഴുകി നോക്കി, എന്നിട്ടും നീറ്റിലൊട്ടും തന്നെ മാറുന്നുണ്ടായിരുന്നില്ല. ഐസൊക്കെ ഞാൻ വെച്ച് നോക്കി, എന്തിന് ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. ഐസ് പോലും വെച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റാത്ത അത്രയും നീറ്റിലായിരുന്നു. ശരിക്കും അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എരിവ് കൂടിയ പച്ച വെളിച്ചെണ്ണ വീത്തിയ എരിവ് മാറും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഫുഡിലാണ് അങ്ങനെ ചെയ്യേണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പൊടിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഫാനിൻ്റെ മുകളിൽ കുറച്ച് നേരം ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ ഞാൻ നന്നായിട്ട് നീറ്റിൽ സഹിച്ച് തന്നെ ഫാനിൻ്റെ മുകളിലൊക്കെ ഇരിക്കേണ്ടി വന്നു. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചുണ്ട് ശരിയായിട്ടുണ്ടായിരുന്നു. മണിക്കൂർ എടുത്തിട്ടുണ്ട് എൻ്റെ ചുണ്ടിൽ എന്താ പറയുക, എരിവ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഹാക്കുകളൊന്നും അധികം ആരും യൂസ് ചെയ്യാതിരിക്കുക, ട്രൈ ചെയ്യാതിരിക്കുക. ജസ്റ്റ് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സീ യു.